വിഷ്ണുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷിയാനയുടെ നിക്കാഹ് ഉണ്ടായിരുന്നു കേട്ടോ. ഷിയാന എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മേൻ്റെ വീട്, അമ്മേൻ്റെ തറവാട് എന്നൊക്കെ. അപ്പോൾ അമ്മേൻ്റെ തറവാട് വീട്ടിലെ കുട്ടിയാണ് കേട്ടോ, തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്. അവിടെ നമ്മുടെ വീടും പിന്നെ വേറെ 3 വീടുകളാണ് ഇട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും പണ്ട് എന്നല്ല ഇപ്പോഴും ഒരു കുടുംബം പോലെ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ കല്യാണത്തിന് പോയപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി. എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ എല്ലാവരും കാണുക. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടുകാരാണ്, എൻ്റെ അമ്മേൻ്റെ റിലേറ്റീവ്സാണ്, ചേച്ചിമാരും വലിയമ്മമാരും അവരുടെ മക്കളും മാമനും അമ്മായിയും ഒക്കെയാണ് കേട്ടോ ഇതിൽ. അപ്പോൾ അവരെല്ലാം കണ്ട സമയത്ത് ഞാൻ കുറേ വർഷം പിറകോട്ട് പോയി കേട്ടോ. ഒരു 2005, 2000 ആ ഒരു സമയത്തേക്കൊക്കെ പോയി. എന്തൊരു രസമായിരുന്നു എന്നറിയോ ആ സമയത്ത്. ഈ സ്മാർട്ട് ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ തമ്മിലുള്ള ആ ഒരു ബന്ധം അത് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു വെള്ളിയാഴ്ചയാണ് ആറ്റുനോറ്റൊരു ചിത്രഗീതം ഉണ്ടാവുക. അത് എനിക്ക് ആ സമയത്ത് ഞാൻ അത്ര വലിയ കുട്ടിയൊന്നും അല്ല കേട്ടോ, എന്നാലും ചെറിയൊരു മെമ്മറിയാണ് എനിക്കുള്ളത്, ഒരു ഫീഡായിട്ടുള്ളൊരു മെമ്മറി. ആ ഒരു ചിത്രഗീതം ഉണ്ടെങ്കിൽ തന്നെ എന്ത് പാട്ടായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ആ ഒരു ചിത്രഗീതം കഴിഞ്ഞാൽ ഉനൈസ്തയും ശ്രീജേച്ചി, സുജേച്ചി, ഷൈജേച്ചി എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യും ആ ഒരു ചിത്രഗീതത്തിലുണ്ടായിരുന്ന പാട്ടിലെ നടനും ആക്ടറും ആക്ട്രസ്സൊക്കെ ഇട്ട ഡ്രസ്സിനെ കുറിച്ച്, അവരുടെ മേക്കപ്പിനെ കുറിച്ച്. പിന്നെ രാത്രിയിലൊക്കെ സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പ്രേതത്തിൻ്റെ ഒരു സീരീസ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊരു 10:30 ആയിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ കൂടെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചി അത് കാണാനായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് അത് പിറ്റേ ദിവസം എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുക. പിന്നെ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഒരു ഫിലിം ഉണ്ടാവും. അത് ഫിലിം കാണാനായിട്ട് എല്ലാവരും കൂടിയിരിക്കുക. അയ്യോ എന്തൊരു നല്ല കാലമായിരുന്നു എന്നറിയാം. അത് എല്ലാവരും പരസ്പരം നന്നായിട്ട് അറിഞ്ഞ് സംസാരിച്ച് അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെയുള്ള ഓർമ്മകൾ?